എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരുവിടിയിലേക്ക് സ്വാഗതം. SLC പബ്ലിക് എക്സാം 2025 പരീക്ഷ അവസാനിച്ചു. വാല്യുവേഷൻ ഏപ്രിൽ 3 മുതൽ ആരംഭിക്കും. CE മാർക്ക്, ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ? ഈ വർഷം മെയ് ആദ്യ വാരത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC പബ്ലിക് എക്സാം 2025 പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ പരീക്ഷകളും 10 പരീക്ഷകളും കഴിഞ്ഞ് വിദ്യാർത്ഥികളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കും. എനിക്കറിയാം, SLC പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ ആശ്വാസത്തിലും സന്തോഷത്തിലും ഇരിക്കുന്ന വിദ്യാർത്ഥികളാണ്. എന്നാൽ ഉദാഹരണം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ SLC പരീക്ഷ കഴിഞ്ഞിരിക്കുമ്പോഴും എനിക്ക് വലിയ രീതിയിലുള്ള സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ തോൽക്കുമോ എന്നുള്ള ഭയമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആ പേടി ഇപ്പോഴും കാണും. അത് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ, റിസൾട്ട് വരുമ്പോൾ തോൽക്കുമോ എന്നുള്ള പേടി ഇപ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. ഇപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക്, അതായത് നല്ല ടോപ്പറായിട്ട് നല്ല രീതിയിൽ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രതീക്ഷകൾ ജയിക്കുമെന്നുള്ളതിൽ ടെൻഷനൊന്നും കാണില്ല. എന്നാൽ ഫുൾ A+ കിട്ടുമോ എന്നുള്ള ടെൻഷനായിരിക്കും പലർക്കും ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥിനികൾ എന്തായാലും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കഴിഞ്ഞ 10 പരീക്ഷകൾ നിങ്ങളെ കുഴപ്പിച്ചോ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക്? എന്താണ് നിങ്ങൾക്ക് പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത്? എന്തായാലും നിങ്ങൾക്ക് വീഡിയോ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എന്തായാലും പരീക്ഷ അവസാനിച്ചു. SLC പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു. വാല്യുവേഷൻ ഏപ്രിൽ 3-ന് ആരംഭിക്കും. അത് ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കുകയാണ്. നിങ്ങൾ എഴുതിയ പേപ്പറുകൾ ഏപ്രിൽ 3 മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാല്യുവേഷൻ ചെയ്യാൻ തുടങ്ങും. CE മാർക്ക്, ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ? CE മാർക്കും ഗ്രേസ് മാർക്കും വിദ്യാർത്ഥിനികളെ ജയിക്കാൻ സഹായിക്കുന്നതാണ്. CE മാർക്ക് ഉപയോഗിച്ചും വിദ്യാർത്ഥികൾക്ക് ജയിക്കാം. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉപയോഗിച്ചും വിദ്യാർത്ഥികൾക്ക് ജയിക്കാം. ഈ വർഷം റിസൾട്ട് മെയ് ആദ്യ വാരത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കും. ഉറപ്പ് തന്നെയുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ കഴിഞ്ഞ വർഷം SLC പരീക്ഷാഫലം മെയ് 8 വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. SLC പരീക്ഷാഫലം മെയ് 8-നാണ് പ്രസിദ്ധീകരിച്ചത്. ഈ വർഷം മെയ് ആദ്യ വാരത്തിൽ തന്നെ, മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ വിദ്യാർത്ഥിനികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. മെയ് ആദ്യ ആഴ്ച തന്നെ. കഴിഞ്ഞ വർഷം SLC മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. കഴിഞ്ഞ വർഷം SLC പരീക്ഷാഫലം മെയ് മാസം 8-ാം തീയതി പ്രസിദ്ധീകരിച്ചു. ഈ വർഷം കുറച്ചും കൂടെ നേരത്തെ പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. എന്തായാലും ഈ വർഷം നേരത്തെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. എന്തായാലും മെയ് മാസം ആദ്യ വാരത്തിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വാല്യുവേഷൻ ക്യാമ്പ് ഏപ്രിൽ മാസം 3-ന് ആരംഭിക്കും. ഏപ്രിൽ മാസം 3-ാം തീയതി വാല്യുവേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 10 to 15 ദിവസം മാത്രമേ വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ പോലും മെയ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.